സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ. സ്വർഗീയ വാമം നീ കത്തിച്ചോനെ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറഞ്ഞ എൻ്റെ ഭാര്യയ്ക്ക് ദൈവം അത്ഭുതപ്പെടുത്താണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു 4 വർഷം മുമ്പ് ഒരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അറ്റാക്കാണെന്ന് പറയുകയും ചെയ്തു. ചികിത്സയിലിരിക്കുക തന്നെ രണ്ടാമത്തെ അറ്റാക്കും വന്നു. അവിടെ അങ്ങനെ ചികിത്സയിലിരിക്കുക അടുത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ചിത്രയിലോട്ട് മാറ്റി. ഓപ്പറേഷന് കൊണ്ടുപോകുന്ന എൻ്റെ തലേ ദിവസം ബദറിനെ സിസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ചു. ബ്രദറിനെ സിസ്റ്റർ ദൈവാത്മാവിൽ നിറയെന്ന് പറയും, ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യം കിട്ടുമെന്ന് പറയും. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഒരു വീണ്ടും സംശയം വന്ന് ഒരു 5 ഗ്രാം ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വലിയ ഹോള് അടഞ്ഞു, കാണാനില്ല എന്ന് പറയപ്പെട്ടു. അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ സൗഖ്യം ദൈവത്തിന് കോടാനെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കുന്നു. ദൈവത്തിന് സ്തുതിയും. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സാക്ഷിയായിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഹാർട്ടിന് കുഴപ്പമുണ്ടായിരുന്നു. പല മരുന്നുകൾ കഴിച്ചിട്ട് ഒരു സൗഖ്യമുണ്ടായില്ല. അങ്ങനെ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആരാധന സമയത്ത് ബ്രദർ രോഗികൾക്കായി പ്രാർത്ഥിച്ചിട്ട് അനേകരെ യേശു തൊടുന്നു എന്ന് ബ്രദർ പറയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ തന്നെ യേശു എന്നെ തൊട്ടു, എന്റെ രോഗം പരിപൂർണമായി എടുത്തു മാറ്റുകയും ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത യേശുവിന് 1000 നന്ദി പറയുന്നു. ആമേൻ. ദൈവനാമത്തെ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ മകന് മൂക്കിൽ മാംസം വളരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വന്ന് സിസ്റ്ററിനടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം പൂർണ്ണ വിടുതൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമതൊരു സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ഇവന് കറണ്ടിൽ ഷോക്കടിച്ച് താഴേക്ക് വീഴുകയും എൻ്റെ കൈ ഷോൾഡറിൽ നിന്ന് ഇളകിപ്പോവുകയും ചെയ്തു. അങ്ങനെ വളരെ ഭാരത്തിൽ കൈയൊക്കെ കെട്ടി അങ്ങനെ വിട്ടിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുക, പൂർണ്ണ വിടുതൽ തന്നിരിക്കുന്നു പറഞ്ഞു. അപ്രകാരം തന്നെ അവനിപ്പോൾ പൂർണ്ണമായിട്ടുള്ള സൗഖ്യമുണ്ട്. എല്ലാ ജോലിയും ചെയ്യുന്നതിനും കൈകൊണ്ട് വലത് കൈകൊണ്ട് എല്ലാം പ്രവർത്തിക്കാനും സാധിക്കുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ജീവിതത്തിന് കൊടാകൂടി സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി അനേക നാള് ഒത്തിരിയേറെ ടെസ്റ്റ് എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ഒന്നിലും ജോലി ലഭിച്ചിരുന്നില്ല. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും സിസ്റ്റർ ഒരു ദിവസം ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് ജോലി ലഭിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് പരീക്ഷ നന്നായിട്ട് എഴുതുവാനും റാങ്ക് ലിസ്റ്റിൽ മുന്നേ വരുവാനും ഒരു തടസ്സവും കൂടാതെ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും ദൈവം അവസരമൊരുക്കി. പ്രാർത്ഥിച്ച സാറിനും സിസ്റ്ററിനും നന്ദി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ 1 വർഷമായി എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അതിനുശേഷം കംപ്ലീറ്റ് ആവുന്നതിന് 1 മാസം മുന്നേ തന്നെ എൻ്റെ അച്ഛന് പാരാലിസിസ് ആവുകയും അങ്ങനെ നിംസിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. ട്രെയിനിങ്ങിന് പോകാൻ യാതൊരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബാംഗ്ലൂരും മറ്റും എല്ലായിടമൊക്കെ പോയി ട്രെയിനിങ് നടന്നു. എന്നാൽ അവരെല്ലാം 6 മാസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അതെല്ലാം ഫേക്ക് ആയിരുന്നു. എനിക്കും വലിയൊരു പേടിയായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ നാട് വിട്ട് പുറത്ത് പോയി ട്രെയിനിങ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്കിതേപോലെ എന്തുവാ ഇനി ചെയ്യണേന്ന് അറിയത്തില്ല, എനിക്കിനി ട്രിവാൻഡ്രത്ത് ട്രെയിനിങ് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പേടിക്കാതിരിക്കുക, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ട്രെയിനിങ് കിട്ടുമെന്ന്. എന്നാൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് എയർ ഇന്ത്യയിൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ 2 ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, ഇവിടെ രാജീവ് ഗാന്ധി ഫ്ലൈയിങ് ക്ലബ്ബിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, നീ വന്ന് ചേരുന്നെങ്കിൽ ചേരുക. അങ്ങനെ ഞാൻ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ പോയി ചേർന്നു. അങ്ങനെ നന്നായിട്ട് ഈ 6 മാസം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി 1 മാസം കൂടെ ഉണ്ട്.
പക്ഷേ ഈ 1 മാസം കഴിഞ്ഞ് ഇനി അടുത്ത് വേറെ എവിടെ ട്രെയിനിങ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ എയർ ഇന്ത്യയിൽ 2 പ്രാവശ്യം ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പ്രാവശ്യം എന്നെ വിളിച്ചില്ല. ഈ കഴിഞ്ഞ അറ്റംപ്റ്റ് എന്നെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്ന് കഴിഞ്ഞതിൻ്റെ അങ്ങേ ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ പേരില്ലായിരുന്നു. അവിടെ എന്നെ തഴഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വഴിയില്ലാതെ ഞാൻ അങ്ങനെ അന്ന് വൈകുന്നേരത്തെ ചൊവ്വാഴ്ച പോളിയോഹാം ആരാധനയിൽ പങ്കെടുത്ത് വളരെ സങ്കടത്തോടെയാണ് പങ്കെടുത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് എവിടെയാ ട്രെയിനിങ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പുറത്തു പോകാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയും വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ വളരെ സങ്കടത്തോടെ അവിടെ വന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ അന്നത്തെ ലിസ്റ്റിൽ എൻ്റെ പേരില്ലായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് പ്രാർത്ഥന മധ്യേ ബ്രദർ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കുന്നുവെന്ന് വിളിച്ച് പറയുകയുണ്ടായി. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേന്ന് എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറയുക, അവിടെ 3 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ ഒരു പരിചയമില്ലാത്ത അവിടുത്തെ ഒരു ഹെഡാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് എന്നെ വ്യാഴാഴ്ച അന്ന് എനിക്ക് അവിടെ പോയി കാണുവാനും സംസാരിക്കുവാനും അന്ന് എന്നെ കോൾ ലെറ്റർ അടിച്ചു തരാനും ഈ മാസം ഏപ്രിൽ 1-ാം തീയതി അവിടെ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് അത്ഭുതം ചെയ്തു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത ജീവിതത്തിന് കോടാനുകോടി സ്തുതി. യേശുവേ നന്ദി, യേശുവേ നന്ദി, രാജാവിന് നന്ദി, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കൈകളെ ഉയർത്തി ഹൃദയം തുറന്ന് നന്ദി അർപ്പിക്കുക. രാജാവിന് നന്ദി അർപ്പിക്കുക. എല്ലാവരും കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധന കയറുകൾ അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വിടാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ നിരാശനായി, നിരാശയായി ഭാരം ചുമന്നുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളുടെ ശങ്കലകൾ അഴിഞ്ഞു വീഴുന്ന യേശുവിൻ നാമത്തിൽ ബലൻ 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 ബലൻ. God strengthens you. ആരാധിപ്പീൻ, സ്തോത്രം പറയുവീൻ. കൈകളെ തട്ടി ബലമായി ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നിട, അഗ്നി വ്യാപരിക്കുന്നിട. എല്ലാവരിലും നന്ദി യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി. ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. വാ തുറക്കുക. പലരും വാ തുറക്കാതെ അടച്ചു നിൽക്കുന്നു. വാ തുറക്കുക. കെട്ടുകൾ പൊട്ടുന്നടാ. ഹല്ലേലൂയ. നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ, നിങ്ങളിൽ അവൻ തടസ്സം മാറുന്നതാ. ഹല്ലേലൂയ. ശുദ്ധീകരണം, ശുദ്ധീകരണം, ശുദ്ധീകരണം. ദൈവത്തെ സ്തുതിപ്പീൻ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാം. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ
நான் ஆசைக்கும் பாரா என்றேட்சையின் வெளிச்சம் நான் ஆறு பேடிக்கும் கர்த்தன் என்றே அபயம் இடைய சிரேஷ்டன் கிறிஸ்து வீர பூஜ்யமுள்ளோ கைபிடிச்சு நாய் குன்னே இடைய சிரேஷ்டன் கிறிஸ்து. ஆமென் ஆமென். இடைய சிரேஷ்டன் கிறிஸ்து முள்ளோ கைபிடிச்சு நாய் குன்னே இடைய சிரேஷ்டன் கிறிஸ்து. கைகளை உயர்த்தி கைகளை தட்டி ബലം മൊത്തമായി ഉപയോഗിച്ച് രാജാവിനെ ആരാധിക്കുക. അവൻ വന്നിട്ടുണ്ട്. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ നിങ്ങളുടെ മേൽ എല്ലാരിലും 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 എല്ലാരിലും. ദൈവമേ നന്ദി. പാപമർത്തു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാ. പാപമർത്തു ശാപ ഘോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാ. അധ്വാനിക്കുന്നു ഭാരം. ആമേൻ. യേശുവിന്റെ പാതയിൽ ചേരുക. അധ്വാനിക്കുന്നു. നന്ദി 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 നന്ദി. സ്തോത്രം. ദൈവത്തിന് നന്ദി. ദൈവമേ അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല ദൈവമേ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം. ലൂക്കോസ് 17 32 33 34. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ആമേൻ. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. I tell you, on that night there shall be 2 in one bed. The Bible says one will be taken and the other will be left. 2 பேரில் ஒருவன் ஏற்றுக்கொள்ளப்படுவான், மற்றவன் கைவிடப்படுவான். സുവിശേഷം മുന്നറിയിപ്പ് നൽകുന്നു. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. മത്തായി സുവിശേഷം 25 അധ്യായം 31 വചനം മുതൽ. അന്നാൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മനുഷ്യപുത്രൻ ദൈവത്തിന്റെ മഹത്വത്തിൽ തന്റെ സിംഹാസനത്തിൽ വന്നിരിക്കും.
the whole multitude will come and assemble before him. ലോകമെമ്പാടുമുള്ള ജാതികൾ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്ന് കൂടും. ഈ പെരുംകൂട്ടത്തെ ദൈവപുത്രൻ ക്രിസ്തു രണ്ടായിട്ട് വിഭജിക്കും. He will segregate the whole multitude into two. തുടർന്നുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം അവന്റെ വലതുഭാഗം, മറുകൂട്ടം അവന്റെ ഇടതുഭാഗം. വലതുഭാഗത്തിൽ നിൽക്കുന്നവരോട് അവൻ അരുളി ചെയ്യും, നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. You are blessed. You are blessed of my Father. ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിപ്പിൻ. ആമേൻ. You blessed of my Father, enter into the kingdom prepared for you from the day of the foundation of this world. നിങ്ങൾ പിതാവാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇടതു ഭാഗത്തിൽ നിൽക്കുന്നവരോട് അവൻ അരുളി ചെയ്യും, നിങ്ങൾ ശപിക്കപ്പെട്ടവർ, പോകുവിൻ. സാത്താനും അവന്റെ ദൂതന്മാർക്കായും ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ പോകുവിൻ. ചുരുക്കത്തിൽ ഒരുത്തന് അവൻ കൈക്കൊള്ളും, മറ്റവൻ അവൻ ഉപേക്ഷിക്കും. ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. ആമേൻ. Where are you? Where are you? Where do you stand? വചനം മുന്നറിയിപ്പ് നൽകുന്നു, ആ ദിവസം ഒരുവൻ അവൻ കൈക്കൊള്ളും, മറ്റവൻ അവൻ ഉപേക്ഷിക്കും. എന്റെ സഹോദര സഹോദരി, നീ എവിടെ നിൽക്കുന്നു? നീ എവിടെ നിൽക്കുന്നവളാകും? Where will you be? ആമേൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വചനത്തിൽ സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്ന, ആകയാൽ നിനക്കുള്ളത് നീ പിടിച്ചുകൊള്ളുക. ആമേൻ. Hold fast. The Bible says what you have. വെളിപ്പാട് പുസ്തകം 3:11 യേശു കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ ഗ്രീഡം ആരും എടുക്കാതിരുപ്പാൻ ദൈവ പൈതലേ, നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളുക. ഒരുത്തൻ അവൻ കൈകൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നീ എവിടെയായി നിൽക്കുന്നു? വലതുഭാഗത്ത് നിൽക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഇടതുഭാഗത്തിൽ നിൽക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവന്റെ നിത്യത നരകത്തിൽ. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പത്രോസിന്റെ മുമ്പിൽ 2 പേരെ കൊണ്ട് നിർത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 23-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരാൾ ബർസബ അലയാസ് ജോസഫ് എന്ന് പേരുള്ള ജസ്റ്റസ്, മറ്റേയാൾ മത്തിയാസ്. അപ്പോൾ തന്നെ ഒരാൾ തളയപ്പെട്ട്, ആദ്യം പറഞ്ഞ 3 പേരുള്ള ആൾ തളയപ്പെട്ട്, മത്തിയാസിനെ തിരഞ്ഞെടുത്ത്, ചീട്ടിട്ട് തിരഞ്ഞെടുത്ത്. ഒരുത്തൻ ഉപേക്ഷിക്കപ്പെടുന്നു, മറ്റവൻ തിരഞ്ഞെടുക്കപ്പെടുന്നു. മത്തിയാസിനെ തിരഞ്ഞെടുത്തത് 3.5 ആണ്ടുകാലം കർത്താവിനോട് കൂടെ മുൻപടയിൽ നിന്ന് യുദ്ധം ചെയ്ത യൂദാസ് ഇസ്കാരിയത്തിനെ ഉപേക്ഷിച്ചിട്ടാണ്. പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 23-ാം വചനത്തില് പ്രസംഗിക്കുന്നു, അവൻ പോയി. യൂദാസ് ഇസ്കാരിയോട്ട് പോയി. എവിടെ പോയി? ചിലർ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് തന്നെ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടാണ്. ആമേൻ. അതാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ
1 അധ്യായം 24 വചനത്തിൽ യൂദാസ് ഇസ്കാരിയോത്തിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ എഴുതുന്നു, തന്റെ സ്ഥലത്തിലേക്ക് പോകേണ്ടതിന് യൂദാസ് ഇസ്കാരിയോത്ത് ഒളിഞ്ഞുപോയി. ആമേൻ. അവൻ ഒഴിഞ്ഞുപോയി. ജനിക്ക് മുമ്പ് നരകത്തിൽ അവൻ ഒരു സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അവൻ അവിടെ പോയി. അവൻ ഉപേക്ഷിക്കപ്പെട്ട് ആ സ്ഥാനത്ത് ആരും അറിയപ്പെടാത്ത ഒരു മധ്യാസിന് സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്ത് മുൻപടയിൽ നിന്നവൻ പോയി. ഈ യൂദാസ് ഇസ്കാരിയോത്തിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മത്തായി സുവിശേഷം 26 അധ്യായം 15 വചനത്തില്, മത്തായി സുവിശേഷം 26 അധ്യായം 24 വചനത്തില്, മത്തായി സുവിശേഷം 27 അധ്യായം 5 വചനത്തില്, യോഹന്നാൻ സുവിശേഷം 13 അധ്യായം 7 വചനത്തില് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇവൻ പിശാച് പിടിച്ചവൻ, ഇവൻ യേശുവിനെ വിറ്റവൻ, ഇവൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ശപിക്കപ്പെട്ടവൻ, അവൻ തൂങ്ങിച്ചത്തവൻ. അവനെക്കുറിച്ച് പറയുവാൻ ഒന്നും നല്ലതില്ല. അവൻ പോയി. അവൻ ജനിക്കും മുമ്പ് തന്നെ തനിക്ക് വേണ്ടി നരകത്തിൽ റിസർവ് ചെയ്തു വച്ചിരിക്കുന്ന ആ സീറ്റ്, നരകത്തിൽ നിത്യതയെ തെരഞ്ഞെടുത്ത് അവൻ പോയി. ഒരുത്തൻ ഇതാ ഉപേക്ഷിക്കപ്പെട്ട് ആ സ്ഥാനത്ത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വളരെ സൈലന്റായി യേശുവോടൊപ്പം പ്രവർത്തിച്ച ആരാലും അറിയപ്പെടാത്ത സൈലന്റ് വർക്കർ മത്തിയാസിന് ദൈവം തെരഞ്ഞെടുത്ത് വലതുഭാഗത്തിൽ നിൽക്കുന്നവൻ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇടതുഭാഗത്തിൽ നിൽക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ചുരുക്കത്തിൽ ഒരുത്തൻ കൈക്കൊള്ളപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയായിരിക്കും? നിങ്ങൾ എവിടെയായിരിക്കും? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ കൈകളെ ഉയർത്തി ദൈവം നന്ദി പറയുവിൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് സുവിശേഷം 23:39 വചനം മുതൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ രക്ഷിതാവ് ക്രൂസിൽ തൂങ്ങി നിൽക്കുന്നു. ദുഷ്പ്രവർത്തിക്കാർ 2 പേരിൽ ഒരാൾ യേശുവിനെ പരിഹസിക്കുന്നു. അവൻ ഇപ്രകാരം പറയുന്നു, Are you not Christ? Set free yourself and me. നീ ക്രിസ്തുവല്ലയോ? നിന്നെയും വിടുവിക്ക, എന്നെയും വിടുവിക്ക. മറ്റവനോ, ദുഷ്പ്രവർത്തിക്കാരിൽ മറ്റവനോ ഇവനെ ശാസിച്ചിട്ട് തന്റെ ഹൃദയം തുറന്ന് യേശുവോട് അവൻ നിലവിളിക്കുന്നു, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ അടിയനെ ഓർക്കണമേ. നിങ്ങൾക്കറിയാമോ, മറ്റവനോട് സംസാരിക്കുവാൻ യേശുവിന് ഒന്നുമില്ല. ഇവനോട് യേശു അരുളി ചെയ്യുന്ന, മകനെ, ഇന്ന് നീ എന്നോടൊപ്പം പരദേശയിൽ ആയിരിക്കും. ഒരുത്തൻ ഉപേക്ഷിക്കപ്പെടുന്നു, മറ്റവനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ലൈഫ് ഈസ് നോട്ട് വെരി സ്മൂത്ത്. A real life is full of challenges. ഈ വെല്ലുവിളി അല്ലെങ്കിൽ കൈപ്പേറിയ പ്രശ്നങ്ങൾ ചിലർ വില കൊടുത്തു വാങ്ങും, ചിലർ ഒഴിഞ്ഞു മാറും. പക്ഷെ നിന്റെ മുമ്പിൽ വെല്ലുവിളി വരുമ്പോൾ യേശുവിൻ നാമത്തിൽ അതിനെ റൈറ്റായി നേരിടുന്നത് എല്ലാവർക്കും നല്ലതാണ്.
ചിലർ പ്രശ്നങ്ങളെ വില കൊടുത്തു വാങ്ങും, ചിലർ ഒഴിഞ്ഞു മാറും. അതാണ് റൂത്തിനും ഓർപ്പയും തമ്മിലുള്ള വ്യത്യാസം. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാം വചനത്തിലെ ചരിത്രം നിങ്ങൾക്കറിയാം. ജീവിക്കാൻ വേണ്ടി പോയവൾ, മോവാബിയ രാജ്യത്തിൽ പോയവൾ നഗോമി, ഭർത്താവ് നഷ്ടമായി, ആൺമക്കൾ നഷ്ടമായി, എല്ലാം നഷ്ടപ്പെട്ട് 2 മരുമക്കളുമായി മരുഭൂമിയിൽ നിന്ന് ശബ്ദം ഉയർത്തി നിലവിളിച്ച്, ഒരു ഭാഗത്തിൽ ഓർപ്പ, മറുഭാഗത്തിൽ റൂത്ത്. 2 പേർ, ഒരാൾ കൈക്കൊള്ളപ്പെടുന്നു, മറ്റേ ആൾ ഉപേക്ഷിക്കപ്പെടുന്നു. The Bible says they cried, raising their voice loud. Orpah, the Bible records, kissed her mother-in-law and left forever. Instead, Ruth followed her, clung to her. Orpah ചുംബിച്ച് എന്നേക്കുമായി സ്ഥലമിട്ടപ്പോൾ, ചുരുക്കത്തിൽ വെല്ലുവിളി വിട്ട് ഒളിഞ്ഞു മാറിയപ്പോൾ, റൂത്തോ യേശുവിൽ ആശ്രയിച്ച്, സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിച്ച് അമ്മാവി അമ്മയോട് പറ്റി നിന്നവള് ദൈവം മാനിച്ച് ചേർത്തുകൊണ്ട് ഉയർത്തി. ചുംബിച്ച് പിരിഞ്ഞവള് ദൈവം കൈക്കൊണ്ടേയില്ല. ഒരുത്തൻ കൈക്കൊള്ളപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. വചനം കേൾക്കുവാൻ വന്നിരിക്കുന്നവിടെ, വന്നിരിക്കുന്ന സഹോദര, നീ എവിടെ നിൽക്കും? ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനകനുടെ വല്ലമർന്നു നീ ഞങ്ങൾക്കായി, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള, നീയല്ലോ പൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ആരുമേ ഞങ്ങൾക്കുള്ള. പാടുന്നതിന് വേണ്ടി ആരും പാടരുത്, പാടേണ്ടി വന്നല്ലോ എന്നും ആരും പാടരുത്. എന്റെ ദൈവം ഇവിടെ ഉണ്ട്, അവനെ നാം മഹത്വപ്പെടുത്തി ഞാൻ പാടുന്നു. എന്റെ പാട്ട് അവൻ കേൾക്കും. അവൻ കേട്ടിട്ട് സ്വർഗത്തിൽ ഇരിക്കുകയില്ല, ഇറങ്ങി വന്ന് എന്നെ തൊടും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മംഗലത്തുക്കോണം CSC ആലയത്തിൽ മൈതാനിയിൽ കൺവെൻഷനിലായിരുന്നു. പങ്കെടുത്തതിൽ 60% പേരും മറ്റു ജാതിക്കാർ. 2-ാം നാൾ സ്വർഗത്തിലെ ദൈവം എന്റെ ഉള്ളിൽ ഒരു വേദന തന്ന്, ഇവിടെ അനേക ഹൃദയരോഗികൾ വന്നിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ശശി എന്നാണ്. ഗാഡ് കാൾഡ് ഹിസ് നെയിം ശശി. കർത്താവിന്റെ കരം തൊട്ട് നിങ്ങളുടെ തകർന്നിരിക്കുന്ന, മരണത്തിന്റെ നാളിക എണ്ണിക്കൊണ്ടിരിക്കുന്ന ശശി, നിങ്ങളുടെ തകർന്ന് ഇരിക്കുന്ന ഹൃദയത്തെ യേശപ്പന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തൊടുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? നിങ്ങൾക്കറിയാമോ? ഒരു മാച്ച് ബോക്സ്, ഒരു തീപ്പെട്ടിയിൽ നിന്ന് തീക്കൊള്ളി അങ്ങനെ ഉരസി തീ കത്തിച്ചെടുത്ത് നമ്മുടെ നെഞ്ചിൽ വച്ചാൽ എങ്ങനെ ചൂടടയ്ക്കും, അതുപോലൊരു അനുഭവം. കർത്താവിന്റെ കരമിറങ്ങി ശശിയെ തൊട്ട സെക്കൻഡിൽ പുതുഹൃദയം കർത്താവ് വച്ച്, കഴിഞ്ഞ കുറച്ച് വർഷമായി അയാൾ ഉറങ്ങിയിട്ടില്ല. എപ്പോൾ എന്റെ ഹൃദയം നിൽക്കുമോ, എന്റെ ഹൃദയം എപ്പോൾ നിൽക്കുമോ എന്ന് എനിക്കറിയിക്കൂടാ. ഐ ഹാവ് നെവർ സ്ലെപ്റ്റ് ബ്രദർ. നിങ്ങൾ മുഖാന്തിരം ദൈവം ഈ രഹസ്യം വെളിപ്പെടുത്തി. യേശു എന്നെ തൊട്ടപ്പോൾ എന്റെ ഹൃദയം നോർമലായി. ഇന്നലെ മുതൽ ഞാൻ ഉറങ്ങുന്നു. ആ യേശു ഇവിടെ ഉണ്ട്.
ഈ തൊളുക്കൽ പ്രദേശത്തിൽ നിന്ന് ഷിബു ഡി നായർ 12 ആണ്ടുകാലം ഭ്രാന്ത് പിടിച്ച് ഈ നെയ്യാറ്റിൻകര പട്ടണത്തിൽ ശരീരത്തിൽ ഒരു നൂല് പോലും ഇല്ലാതെ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി ഓടിയ 30 വയസ്സ് ചെറുപ്പക്കാരൻ. ഇവിടത്തെ ഒരു മതമും ഒരു ജാതിയും സഭയ്ക്കും കൊടുത്തില്ല. ഒരു നാൾ പിടിച്ച് കെട്ടി ഉപവാസ പ്രാർത്ഥനയിൽ കൊണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം തന്റെ ദാസൻ മുഖാന്തരം വെളിപ്പെടുത്തി യേശു തൊട്ട് ഷിബു ഡി നായരെ തൊട്ട് സഭയ്ക്കമാക്കി. അവന് സുബോധം തന്ന് ആ കർത്താവ് ഇവിടെ ഉണ്ട്. അങ്ങനെ വേണം പാടാൻ. ചുമ്മാ ഭജന അടിച്ചതുപോലെ പാടരുത്. കയ്യും കെട്ടിയിരുന്ന് ഉറങ്ങിയിരിക്കരുത്. 2 പേരും 2 കൈയും ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് പാടുവേ. ജനകനൂടെ വല്ലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ദിവ്യ സമ്പത്തേശുവേ. നീയല്ല ില്ലാപ്പൂവിലാഗ്രഹിപ്പാനാരുമേ. നീയല്ല ില്ലാപ്പൂവിലാഗ്രഹിപ്പാരുമേ. നീയല്ലോ ടീ 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 ടീ. സ്വർഗം താണിറങ്ങി വരുന്നു. സ്വർഗം താണിറങ്ങി വരുന്നു. കനകം കനകം കനകം. ഹൃദയം നുറങ്ങി. ഹൃദയ രോഗി എന്ന് മുദ്ര കുത്തപ്പെട്ട് മരണം മുമ്പിൽ കണ്ട് മരണഭീതി നിലവിളിക്കുന്ന കനകം. സ്വർഗത്തിലെ ദൈവം തന്റെ ശപിക്കമാക്കുന്ന കരം കനകത്തെ സ്പർശിക്കുന്നു. ടീ ടീ ടീ. തൊടുന്നവൻ പുട്ടമ്പുത് ഹൃദയം, പുട്ടമ്പുത് ഹൃദയം. ഇങ്ങനെ ഹൃദയ രോഗികളെ കർത്താവ് ഇടാ അനേകരെ തൊട്ട് ശപിക്കമാക്കുന്നു. ICU യൂണിറ്റിൽ കിടക്കുന്നവരെ ശപിക്കമാക്കുന്നു. വീട്ടിൽ കിടക്കയിൽ കിടക്കുന്നവരെ ശപിക്കമാക്കുന്നു. ഹൃദയ രോഗികളെ ദൈവം തൊടുന്നിടാ. നന്ദി 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 യേശുവേ നന്ദി. രണ്ടാമത്, കുടുംബത്തെ പുലർത്തുവാൻ നിവൃത്തിയില്ല, മക്കളെ നോക്കുവാൻ നിവൃത്തിയില്ല, വരുമാനത്തിന്റെ കുറവാണ്, എനിക്ക് മോഷിക്കാൻ പറ്റത്തില്ല, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല, അധ്വാനത്തിന്റെ വരുമാനം കൂട്ടിത്തരണമേ എന്ന് നിലവിളിക്കുന്ന അനേകര് എന്റെ ദൈവം തൊടുന്നു. അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കുന്നതാ. അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കുന്നതാ. ടീ 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 ടീ. നന്ദി 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 നന്ദി. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. സഹോദരങ്ങളെ, നീ എവിടെയായിരിക്കും? നമ്പർ 1, 1 സാമുവേൽ 15:26 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സാമുവേൽ സൗലിനോട് ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് യഹോവ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത്, ഓർത്തുകൊള്ളുക, ഒരുത്തന് അവൻ കൈകൊള്ളും, മറ്റവനെ തള്ളിക്കളയും. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് സാമുവേൽ സൗൽ രാജാവിനോട് മുന്നറിയിപ്പ് നൽകുന്ന, കർത്താവിന്റെ ഷട്ടറ്റ രാജാവേ, നീ തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവം രാജസ്ഥാനത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ വിധി 1 സാമുവേൽ 15:11 ഒരു രാത്രി മുഴുവൻ
ദൈവത്തിന്റെ അഭിഷക്തദാസൻ ശാമുവേൽ പ്രവാചകൻ ദൈവസനിൽ കടന്നു വന്ന് മുട്ടിന്മേൽ നിന്ന് നിലവിളിച്ച് കരഞ്ഞ് മറുപടിക്ക് യാചിച്ച സംഭവമാണ് ഇതിന്റെ പുറകിലുള്ളത്. The Bible says Samuel, God's prophet, knelt down the whole night and cried unto God, show your mercy, don't reject him. ശൗലിനെ തള്ളിക്കളയരുത്, കരുണ കാട്ടണമേ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ ശട്ടം ലംഘിച്ച് ശൗലിനെ ശാമുവേൽ ഇടിവിൽ നിന്ന് നിലവിളിച്ചിട്ടും തള്ളിക്കളഞ്ഞു. പകരം God instructed Samuel. ദൈവം സാമുവേലിനോട് അരുളി ചെയ്യുന്നു, ഈശായുടെ ഭവനത്തിൽ ചെല്ലുക. 1 ശാമുവേൽ 16:11 അവന്റെ ഇളയ മകൻ ദാവീദിന് രാജാവായി പ്രവർത്തിക്കുവാൻ യോഗ്യനായി സ്വർഗം കണ്ടിരിക്കുന്നു. Samuel, go and anoint him. പകരക്കാരൻ ദാവീദിനെ ദൈവം രാജാവാക്കി. ചുരുക്കത്തിൽ ശൗലിനെ ദൈവം ഉപേക്ഷിച്ച് ദാവീദിനെ ദൈവം കൈക്കൊണ്ട്. മനസ്സിലായവർ ബൈബിൾ എടുത്ത് കൈകളിൽ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആകയാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ശൗൽ ഉപേക്ഷിക്കപ്പെടുന്ന ദാവീദിനെ ദൈവം കൈക്കൊണ്ട്. 2 ശാമുവേൽ 3-ാം അധ്യായം 1-ാം വചനത്തിലെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ദാവീദ് മേൽക്കുമേൽ ബലം പ്രാപിച്ചപ്പോൾ ശൗലിന്റെ ഗ്രഹമോ മേൽക്കുമേൽ ക്ഷയിച്ച്. അവിടെയും ഒരുത്തനെ ദൈവം കൈക്കൊള്ളുന്നു, മറ്റവനെ ദൈവം ഉപേക്ഷിക്കുന്നു. ആമേൻ. തളയപ്പെട്ട ശൗൽ ചേർത്ത് കൊള്ളപ്പെട്ട ദാവീദ്. കാരണം പ്രിയമുള്ളവരെ, കാരണം കൂടാതെ ഒരുത്തനെ ദൈവം തളയുകയുമില്ല, കാരണം കൂടാതെ ഒരുത്തനെ ദൈവം ചേർത്ത് കൊള്ളുകയും ഇല്ല. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരുത്തന് സ്വർഗത്തിലെ ദൈവം ഉപേക്ഷിക്കുവാനുള്ള കാരണം നിരന്തരമായുള്ള പാപപ്രവൃത്തി. നീ പാപം ചെയ്താൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം നിന്നെ തടഞ്ഞുകളയും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഐശയ്യാ 59 2-ാം വചനത്തിൻ പ്രകാരം, ഷഡിസവാക്യം 5-ാം അധ്യായം 22 പ്രകാരം, യെസക്കിയേൽ 18-ാം അധ്യായം 4 പ്രകാരം, യെസക്കിയേൽ 18-ാം അധ്യായം 19 പ്രകാരം, യെസക്കിയേൽ 18-ാം അധ്യായം 20 പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 1 പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 11 പ്രകാരം, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 പ്രകാരം, എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 4 പ്രകാരം, സങ്കീർത്തനം 4-ാം അധ്യായം 4 പ്രകാരം, ഷഡിസവാക്യം 3-ാം അധ്യായം 7 പ്രകാരം, ഷഡിസവാക്യം 8-ാം അധ്യായം 13 പ്രകാരം, സഭാപ്രസംഗി 12-ാം അധ്യായം 13 പ്രകാരം. പാപം ചെയ്താൽ നീ തടയപ്പെടും. എന്താണ് പാപം? 1 യോഹന്നാൻ 5:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, 7 അനീതിയും പാപമാകുന്നു. ശൗൽ അനീതി ചെയ്ത്, ദാവീദും അനീതി ചെയ്ത്. അതിന്റെ അർത്ഥം ശൗൽ പാപം ചെയ്ത്, ദാവീദും പാപം ചെയ്ത്. പാപം ചെയ്യാത്ത നീതിമാൻ ഭൂമിയിൽ. 1 രാജാക്കന്മാർ 8:46, സഭാപ്രസംഗി 7:20-29, യോബ് 9:20-29 വചനത്തിൻ പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരുത്തനുമില്ല. ശൗൽ പാപം ചെയ്ത്, ദാവീദും പാപം ചെയ്ത്. പക്ഷേ അതിന്റെ അടുത്തുള്ള ഒരു സത്യം, റിഡംഷൻ ഫ്രം സിൻ ഈസ് അവൈലബിൾ വിത്ത് ഗാഡ് അലോൺ എന്നുള്ള മർമ്മം.
പാപത്തിലുള്ള മോചനം, പാപത്തിലുള്ള ജയം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് വിടുതൽ തരുവാൻ യോഗ്യൻ ദൈവം മാത്രമാണ് എന്നുള്ള സത്യം അറിഞ്ഞ് അത് പ്രവർത്തിച്ചത് ദാവീദ് മാത്രമാണ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 സാമുവേൽ 15 അധ്യായം 24 വചനത്തിൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ശൗൽ ചെന്ന് ഏറ്റു പറഞ്ഞത് ദൈവത്തിന്റെ അടുക്കലല്ല, മനുഷ്യനായ സാമുവേലിന്റെ അടുക്കലാണ്. ആമേൻ. പക്ഷേ സങ്കീർത്തനം 32:5 നമ്മ പഠിപ്പിക്കുന്ന പാപം ചെയ്ത സാമുവേൽ ചെന്ന് ഏറ്റു പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചത് മനുഷ്യന്റെ അടുക്കലല്ല, മന്ത്രവാദിയുടെ അടുക്കലല്ല, പ്രവാചകന്റെ അടുക്കലല്ല, ദൈവത്തിന്റെ അടുക്കലാണ്. മറ്റേ പാപം ക്ഷമിക്കപ്പെട്ടില്ല, ദാവീദിന്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പലരും ചെയ്ത തെറ്റുകുറ്റം മോചിക്കപ്പെടുവാൻ, ഭാരം ഇറക്കി വയ്ക്കുവാൻ ജീവന്റെ ഉറവിടമായ യേശുവിനെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറായ മന്ത്രവാദം, പുണ്യവാളൻ, മനുഷ്യോപദേശം, തീർത്ഥാടന കേന്ദ്രം, അഷ്ടരഹക്കാരൻ എന്നുള്ള സ്ഥലങ്ങളിൽ പോയി ഭാരം ഇറക്കി വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് തിരിച്ചടി ഉണ്ടാകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാവീദിനെ ദൈവം കൈക്കൊണ്ട് ദാവീദിനെ കഴുകി ശുദ്ധീകരിച്ച്, പക്ഷെ ശൗലിന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രാജസ്ഥാനത്തിൽ നിന്ന് ദൈവം എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. ഒരുത്തൻ കൈക്കൊള്ളപ്പെടുന്നു, മറ്റവൻ ഉപേക്ഷിക്കപ്പെടുന്നു. രണ്ടാമത് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കഷ്ടത എല്ലാ പേർക്കുമുണ്ട്. യോബ് 14:2 സ്ത്രീ പ്രസവിച്ച പുരുഷൻ കഷ്ടസമ്പൂർണൻ. പ്രത്യേകിച്ചും യേശു കർത്താവ് തന്നെ തന്റെ ജനത്തോട് അരുളി ചെയ്യുന്ന യോഹന്നാൻ 16:33 വചനത്തില് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ആമേൻ. ദൈവമക്കൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം ധൈര്യം നൽകുന്നു, കഷ്ടതയുടെ ഒടുവിൽ ജയം നൽകുന്നു. പക്ഷേ ശൗലിന്റെ ജീവിതത്തിലും കഷ്ടത കടന്നു വന്ന്, ദാവീദിന്റെ ജീവിതത്തിലും കഷ്ടത കടന്നു വന്ന്, ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടതയും തോൽവിയും കടന്നു വന്നപ്പോൾ 1 സാമുവേൽ 31 നമ്മ പഠിപ്പിക്കുന്ന ശൗൽ ആത്മഹത്യ ചെയ്ത് ദാവീദിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നപ്പോൾ 1 സാമുവേൽ 30:6 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദാവീദ് ദൈവമായ യഹോവയിൽ ശക്തി പ്രാപിച്ചു. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം ചേർത്ത് കൊണ്ടപ്പോൾ ശൗലിനെ ദൈവം ഉപേക്ഷിക്കുന്നു. ആമേൻ. കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര്, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചോര് ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ തീനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു
അഗ്നി 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 എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവത്തിന് കൈകളെ ഉയർത്തി കൃപ 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 ടീ 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 യേശുവേ എന്ന് നിലവിളിക്കുക. യേശുവേ എന്ന് നിലവിളിക്കുക. യേശുവേ എന്ന് നിലവിളിക്കുക. ശൗൽ ഉപേക്ഷിക്കപ്പെട്ട് ദാവീദിനെ ദൈവം തന്റെ സന്ധിയിൽ ചേർത്ത് മാനിച്ച്. കാരണം ചെയ്ത തെറ്റുകുറ്റം രണ്ടുപേരും തെറ്റ് ചെയ്ത് ഏറ്റു പറയുവാൻ ശൗൽ പോയത് മനുഷ്യന്റെ അടുക്കൽ, ഏറ്റു പറഞ്ഞ് മാപേക്ഷിക്കുവാൻ പോയത് ദാവീദ് ദൈവത്തിന്റെ അടുക്കൽ. നിലവിളിച്ചാട്ടെ, നിലവിളിച്ചാട്ടെ, യേശുവേ എന്ന് നിലവിളിച്ചാട്ടെ. അവന്റെ സന്നദ്ധിയിൽ പാപഭാരം ഇറക്കി വയ്ക്കുക. പാപഭാരം ഇറക്കി വയ്ക്കുക. പാപഭാരം ഇറക്കി വയ്ക്കുക. ശൗലിന്റെ ജീവിതത്തിലും തോൽവി കടന്നു വന്ന് ദാവീദിന്റെ ജീവിതത്തിലും തോൽവി കടന്നു വന്ന് ശൗൽ ആത്മഹത്യയിൽ ആശ്രയിച്ച്, ദാവീദോ ദൈവത്തിൽ ആശ്രയിച്ച് ബലം പ്രാപിച്ചു. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കേട്ട സത്യങ്ങൾ ഉള്ളിൽ വെച്ച് തോൽവിയിൽ പരാജയപ്പെട്ടു പോകരുത്. ജയം നിന്റെ മുമ്പിൽ ഉണ്ട്. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ. ഉയർത്തിയ കരങ്ങളെ തട്ടി റഗ്ഗാലദം ധനദബ ലഞ്ജന ശകാലദം ധനദബ. പാപ കെട്ടുകൾ പൊട്ടുന്നതാ. പാപ ജീവിതത്തിൽ, പാപത്തിൽ തന്നെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള വെറുപ്പ്, വെറുപ്പ്, കള്ളിനും ചാരായത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ചില പുരുഷന്മാരുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് മോചിക്കുന്നു, മോചിക്കുന്നു. പവർ 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 ഓവർ സിൻ, പവർ ഓവർ സിൻ, പവർ ഓവർ സിൻ. പാപത്തിന്മേൽ ജയം, പാപത്തിന്മേൽ ജയം, പാപത്തിന്മേൽ ജയം, 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 പാപത്തിന്മേൽ ജയം. ആർത്ത് സ്തുതിക്കുക. അഗ്നി 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 റഗ്ഗാല ദണ്ഡനദബ ലഞ്ജന ശകാല ദണ്ഡനദബ. ടി 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 അഭിഷേക തീ കത്തുന്നേ. മൂന്നാമത് ഉൽപ്പത്തി പുസ്തകം 25:23. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റു വംശത്തിലും ശക്തിപ്പെടും. ഹല്ലേലൂയ. മൂത്തവനായ ഏസാവ് ഇളയവന് യാക്കോബിനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഒരുത്തൻ തളയപ്പെടും, മറ്റവനെ ഞാൻ അംഗീകരിക്കും. ആമേൻ. വലതുഭാഗത്തിൽ നിൽക്കുന്നവരോട് നിങ്ങൾ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെടുവേൻ പെട്ടവർ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പീൻ. ഇടതുഭാഗത്തിൽ നിൽക്കുന്നവരോട് ശപിക്കപ്പെട്ടവർ സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പീൻ. ഒരുത്തവൻ കയ്യിൽ കൊള്ളപ്പെടുന്നു, മറ്റവൻ തളയപ്പെടുന്നു. ക്രൂസിലെ ദുഷ്പ്രവൃത്തിക്കാർ 2 പേരിൽ ഒരുത്തന് കൈകൊണ്ട് മറ്റവനെ തളഞ്ഞു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന റൂത്തിന് ദൈവം കൈകൊണ്ടപ്പോൾ
ഓർപ്പയെ എന്നേക്കുമായി ദൈവം തളഞ്ഞ്. ശൗലിന്റെ ചരിത്രം നാം ധ്യാനിച്ചതാണ്. ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞ് ദാവീദിനെ ദൈവം കൈക്കൊണ്ട്. ഇവിടെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മൂത്തവൻ ഇസഹാക്കിന്റെ മൂത്ത മകൻ ഏശാവ് ഇളയവനായ യാക്കോബിനെ സേവിക്കും. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 18-36 വചനത്തിൽ എലിജാ പ്രവാചകൻ കാർമേൽ പർവ്വതത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കേറി പ്രാർത്ഥന ഇപ്രകാരം തുടങ്ങുന്നു: ആബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ. ആബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മൂത്ത മകൻ യാക്കോബല്ല, ഏസാവാണ്. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുവാൻ പ്രാർത്ഥന ശക്തി മുഖാന്തരം കാർമേൽ പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എലിജ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്: ആബ്രഹാമിന്റെ ദൈവമേ, അടുത്തു വരേണ്ടത് ഇസഹാക്ക്. ഇസഹാക്കിന്റെ ദൈവമേ, അടുത്തു വരേണ്ടത് ഇസഹാക്കിന്റെ മൂത്ത മകൻ ഏസാവെന്നാണ്, യാക്കോബെന്നല്ല. ഏസാവിന്റെ ദൈവമേ എന്ന് പറയേണ്ടതിന് പകരം എലിജ നിലവിളിക്കുന്ന യാക്കോബിന്റെ ദൈവമേ. അവിടെ ഏസാവ് മനഃപൂർവമായി ഉപേക്ഷിക്കപ്പെടുന്നു, തളയപ്പെടുന്നു. ഇവൻ ഏസാവിന്റെ ദൈവമല്ല, ഇവൻ യാക്കോബിന്റെ ദൈവമാണ്. മൂത്തവൻ ഇളയവന് സേവിക്കും. ഒരുത്തൻ തളയപ്പെടുന്നു, ഒരുത്തൻ ചേർക്കപ്പെടുന്നു. എന്താണ് കാരണം? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 16, 17 വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഏസാവിനെ കുറിച്ച്. ഏസാവ് ഭക്തനല്ല, അഭക്തനാണ്. He's a godless person. അവനിൽ ദൈവമില്ല. ദൈവഭക്തന്മാരുടെ പട്ടികയിൽ അവനില്ല. അവന് ദൈവത്തെ വേണ്ട. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 25-26 വചനങ്ങളിൽ റബേക്ക 2 മക്കളെ പ്രസവിക്കുമ്പോൾ യാക്കോബ് അണ്ണൻ ഏസാവിന്റെ കുതികാൽ പിടിച്ചാണ് പുറത്തു വന്നത്. അവിടെ തന്നെ ഒരു ബാറ്റിൽ. ഹൂ വിൽ കം ഫസ്റ്റ്? ആരാദ്യം വരും? ആ യുദ്ധത്തിൽ ഏസാവ് ജയിച്ചു. അപ്രകാരം ജ്യേഷ്ഠാവകാശം നേടിയെടുത്ത് മൂത്തവനായി ജനിച്ച് ഏസാവിന് ദൈവബൈഡല് ദൈവം കൊടുത്ത കൃപയാണ് ബർത്ത് റൈറ്റ് അഥവാ ജ്യേഷ്ഠാവകാശ പദവി. വചനം സ്പഷ്ടമായി നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 25-31 വിശന്നു വന്ന ഏസാവ് സ്വർഗത്തിലെ ദൈവം കൃപയാൽ അവന് കൊടുത്ത ജ്യേഷ്ഠാവകാശ സ്ഥാനം, പദവി, ഒരു നേര പായാസത്തിന് വേണ്ടി, ഒരു നേര വിശപ്പ് മാറാൻ വേണ്ടി, ഒരു നേര ആഹാരത്തിന് വേണ്ടി ദൈവം നൽകിയ കൃപ തന്റെ അനുജൻ യാക്കോബിന് വിലപേശി വിറ്റുകളഞ്ഞ്. ആമേൻ. ജഡസുഖത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹം അവൻ വിറ്റുകളഞ്ഞ്. അവൻ അഭക്തനാണ്, അവൻ അഭക്തനാണ്. ആകയാൽ അവനെ ദൈവം തള്ളിക്കളഞ്ഞ്. രണ്ടാമത് മത്തായി സുവിശേഷം 21, 27-41 വചനത്തിൽ അപ്പന്റെ അനുഗ്രഹം യാക്കോബ് ഉഭയത്താൽ ചതിച്ചു വാങ്ങി അത് അറിഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഒരുത്തന് ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹം ആരെ കൊണ്ടും തട്ടി മാറ്റുവാനേ കഴിയുകയില്ല. ഏശാവിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുവാൻ കാരണം യാക്കോബ് തട്ടിയെടുത്ത് കൊണ്ടുപോയത് കൊണ്ടല്ല. തട്ടിയെടുത്ത് കൊണ്ടുപോയ
യാക്കോബ് സ്വന്തം സഹോദരൻ എന്നുപോലും അവൻ മറന്ന് ഉൽപ്പത്തി 27:41 അവൻ ഹൃദയം തുറന്ന് ഭീഷണി ഉയർത്തുന്ന എന്റെ അനുജനെ ഞാൻ കൊല്ലും. അതാണ് തെറ്റ്, അതാണ് തെറ്റ്. ഭീഷണി സുരം വെട്ടും, കുത്തും, കൊല്ലും, ഒടിക്കും. ഇത് ദൈവത്തിന് ഇഷ്ടമില്ല. അവൻ സമാധാനത്തിൻ പ്രഭു, ദൈവം സ്നേഹം തന്നെ. അപ്പൊ ആദ്യം ചെയ്തത് ദൈവത്തിനെതിരായുള്ള കുറ്റം, രണ്ടാമത് ചെയ്തത് സ്വന്തം രക്തത്തിനെതിരായി അവൻ ചെയ്ത ഭീഷണി കുറ്റം. അവനെ ദൈവം തള്ളിക്കളഞ്ഞ് അഭക്തനെന്ന് മുദ്ര കുത്തി. ഇത്ര ചെയ്തിട്ടും ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഏശാവ് എന്നുള്ള ഒരാൾ ഉൽപ്പത്തി പുസ്തകം വരിയായി വായിച്ചു നോക്കിയാൽ ഇവൻ വാ തുറന്ന് ദൈവം എന്ന് പോലും അവൻ ഉച്ചരിച്ചിട്ടില്ല. അവനാണ് അഭക്തൻ.